അഴിഞ്ഞു വീഴുന്ന മുഖംമൂടികൾ. കോൺഗ്രസിന്റെ മുഖംമൂടി വലിച്ചു കീറി മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ആന്റണി ജോസഫ്. മണിപ്പൂർ, പെഹൽഗാം, മുനമ്പം തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസ് കാണിച്ച ഇരട്ടത്താപ്പും വഞ്ചനയുമാണ് ആന്റണി ജോസഫ് തുറന്നു കാട്ടുന്നത്. കോതമംഗലം ലവ് ജിഹാദ് വിഷയത്തിലെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്തതിന് പാർട്ടിയിൽ നിന്ന് നടപടി നേരിടേണ്ടി വന്നതും അദ്ദേഹം ജനം ടിവിയോട് പങ്കുവയ്ക്കുകയുണ്ടായി. വി.ഡി. സതീശൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പല്ലവിയാണ് പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്നു. മണിപ്പൂർ പോലുള്ള എന്നാലത് ക്രിസ്ത്യൻ ഹിന്ദു സംഘർഷമല്ലാതെ അത് എത്നിക് ക്ലാഷാണെന്ന് നമുക്കറിയാമെങ്കിലും അങ്ങനെയുള്ള വിഷയത്തെ പച്ചവെള്ളത്തെ തീപിടിപ്പിക്കാൻ വി.ഡി. സതീശൻ മിടുക്കനെ. എന്നാൽ സെൻറ് റീത്താസ് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം അറിയുകയുമില്ല. ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള, കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ പ്രദീപ് പിള്ള, താങ്കളോടാണ് അദ്ദേഹം ഈ തുറന്നു പറച്ചിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പ്രധാന വിഷയങ്ങൾ നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിക്കേണ്ട ഏറ്റവും സെൻസിറ്റീവായ വിഷയങ്ങൾ? ഒന്ന് കോതമംഗലം ലവ് ജിഹാദ്, അല്ല ഏറ്റവും എടുത്തു പറയേണ്ടത് മണിപ്പൂരും പെഹൽഗാമുമാണ്. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്, എന്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തി? ആദ്യം തന്നെ ആരാണ് ഈ ആന്റണി ജോസഫ് എന്ന് ജനങ്ങൾ അറിയണം, പ്രേക്ഷകർ അറിയണം. അദ്ദേഹം കേവലം ഒരു പ്രാദേശിക നേതാവല്ല. അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ നാം ആദ്യം ഒന്ന് കാണണം. എറണാകുളത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു മത്സ്യമാംസ തൊഴിലാളി യൂണിയൻ്റെ. എറണാകുളത്തിൻ്റെ ജില്ലാ സംഘടനകാര്യ സെക്രട്ടറി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. കൊച്ചി നിയോജക മണ്ഡലത്തിലെ KPCC വിചാർ വിഭാഗിൻ്റെ പ്രസിഡന്റ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. ഇത്രയും പദവികൾ വഹിച്ച, ഫിനാൻസിൽ MBAയും MPhilഉം ബിരുദങ്ങളുള്ള ഒരു യുവ നേതാവാണ് ആന്റണി ജോസഫ്. ഏറെ നാളായി സഹിക്കുന്ന വഞ്ചനയുടെ, ഇരട്ടത്താപ്പിൻ്റെ നയത്തിൽ മനം തൊന്നാണ് ആന്റണി ജോസഫ് പാർട്ടി വിട്ടിറങ്ങുന്നത്. ഒന്നൊന്നായി അദ്ദേഹം എണ്ണി പറയുന്നു. പെഹൽഗാം വിഷയം പറയുന്നു, മണിപ്പൂർ വിഷയം പറയുന്നു, മുനമ്പം പറയുന്നു, കോതമംഗലത്തെ പെൺകുട്ടിയുടെ വിഷയം പറയുന്നു, സെയിൻറ് റീത്താസിലെ ഹിജാബ് വിഷയം പറയുന്നു. ഇതോരോന്നിലും അദ്ദേഹം എണ്ണി പറയുന്നത് കോൺഗ്രസ് കാണിച്ച ഇരട്ടത്താപ്പും മനഃപൂർവ്വമായ വഞ്ചനയും. ഒന്ന്, മണിപ്പൂർ വിഷയം എടുത്താൽ, മണിപ്പൂരിൽ അദ്ദേഹം പറയുന്നത് അവിടെ നടന്നത് കൃത്യമായി എത്നിക് ക്ലാഷാണ്, ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്, പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷമാണ്. അതിനെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യുദ്ധമായി, വൈരമായി വരച്ചു കാട്ടിയത് കോൺഗ്രസ് മനഃപൂർവ്വം ചെയ്തതാണ്, ഞങ്ങളെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചു, പച്ചക്കള്ളം എന്നാണ് ആദ്യം തന്നെ ശ്രീ ആന്റണി ജോസഫ് പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ ഓരോ വിഷയത്തിൽ, മണിപ്പൂർ വിഷയത്തിൽ ആവർത്തിച്ച് എഴുതി കൊടുത്ത്, ക്ലാസ് എടുത്ത് വ്യാജമായ വിവരങ്ങൾ BJPക്കെതിരെ ഉപയോഗിക്കാൻ, കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ, നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ക്രിസ്തീയ സമുദായ വിശ്വാസികൾക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥയും ഭീഷണിയും ആശങ്കയും ജനിപ്പിക്കുന്നതിനായി, വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിനായി നടത്തിയ മനഃപൂർവ്വമായ സ്ക്രിപ്റ്റ് ചെയ്ത, തിരക്കഥ തയ്യാറാക്കി നടത്തിയ പ്രസംഗ പരമ്പരയാണ്. അതിൽ തനിക്കും ഭാഗഭാക്കാകേണ്ടി വന്നു എന്നുള്ളതാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങളിലും. പെഹൽഗാമിലാവട്ടെ, പെഹൽഗാം വിഷയത്തിൽ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചൊരു പോസ്റ്റ് പോലും എന്തുകൊണ്ട് ഇടുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത് ചോദിച്ചതിന് അദ്ദേഹത്തിന് മുന്നറിയിപ്പും താക്കീതുമാണ് ലഭിച്ചത്. ഒടുവിൽ അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചു. അവിടെ വെടിയേറ്റു മരിച്ച പിതാവിൻ്റെ വിഷമത്തിൽ കരയുന്ന കുഞ്ഞിൻ്റെ പോസ്റ്റ് പങ്കുവച്ചപ്പോൾ അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിലെയും ഘടകകക്ഷികളുടെയും പല മുസ്ലിം നേതാക്കളും തന്നെ വിളിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. 3, നമുക്കെല്ലാം അറിയാം കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആ ദുരന്തം. അതിന് വിവാഹ വാഗ്ദാനം നൽകി വിളിച്ചുകൊണ്ട് പോവുകയും മതം മാറണമെന്നും പൊന്നാനിപ്പോയിൽ താമസിക്കണമെന്നും ഇനി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകരുതെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത വിവരം ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എണ്ണി വിശദമായി പറഞ്ഞിട്ടും അതിനെതിരെ ശബ്ദിക്കാത്ത, തൊട്ടതിനും പിടിച്ചതിനും പിണറായി പോലീസിനെതിരെ പട നയിക്കാൻ, പ്രക്ഷോഭം നടത്താൻ, മാർച്ച് നടത്താൻ, പ്രതിഷേധം നടത്താൻ മുൻകൈ എടുക്കുന്ന എറണാകുളം ജില്ലാ DCC അധ്യക്ഷൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് അങ്ങയുടെ മതത്തിൽപ്പെട്ട ആളാണ് പ്രതി റമീസ്, അതുകൊണ്ടാണോ ഇതെന്ന് ചോദിച്ചു. ഇതിനാണ് നടപടി നേരിടേണ്ടി വന്നത്. ഇതുപോലെ തന്നെ മുനമ്പത്ത് നടന്ന വഞ്ചനയുടെ കഥയും ആന്റണി ജോസഫ് എണ്ണി പറയുകയാണ്.
തീർച്ചയായും താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ വിവിധ വിഷയങ്ങൾ, ഒന്ന് മണിപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പെഹൽഗാമ, മുനമ്പം, കോതമംഗലം, ഒന്നിനൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സെൻസിറ്റീവായ വിഷയങ്ങൾ, അതിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിച്ച അല്ലെങ്കിൽ രാജ്യമൊട്ടാകെ അപലപിച്ച വിഷയത്തിൽ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ നിലപാട്? അത് അദ്ദേഹം തുറന്നു കാട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം കൂടിയാണ് വാക്കുകൾ പുറത്തു വരുന്നത്. പെഹൽഗാം വിഷയത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കേട്ടുവരാം. പാകിസ്ഥാന് നമ്മൾ ഇന്ത്യക്കാർക്ക് ശത്രുരാജ്യമായിരിക്കാം, പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിന് അതവരുടെ മതരാജ്യമാണ്. അപ്പോൾ അവരുടെ മതരാജ്യത്തിന് എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യേക വിഭാഗത്തിന് അത് അവരുടെ വികാരം വ്രണപ്പെടും. പാരമ്പര്യമായി കോൺഗ്രസ്സുകാരനായ ഞാൻ ഇന്ത്യ വിരോധിയായി മാറിയാലേ ഞാൻ കോൺഗ്രസ്സുകാരനാകുകയുള്ളൂ. ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്താൽ മാത്രമേ എനിക്ക് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ പറ്റുമുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. അതായത് പെഹൽഗാം വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഈ ആദ്യം മൗനം പാലിച്ചെങ്കിലും രാജ്യത്തെ ജനങ്ങളുടെ പൊതുവികാരം അന്ന് മനസ്സിലാക്കി ഒടുവിൽ ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസ് മുതിർന്നെങ്കിലും പിന്നീട് എത്തരത്തിലാണ് ഈ വിഷയത്തിൽ മുതലെടുപ്പിനുള്ള ഒരു ശ്രമം നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. പാർലമെന്റ് തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നു, അനാവശ്യമായ വാദങ്ങൾ ഉയർത്തുന്നു, അനാവശ്യമായ കാര്യങ്ങൾ നിരത്തുന്നു. ഇതെല്ലാം കണ്ടതുമാണ് പെഹൽഗാം വിഷയത്തിൽ. തീർച്ചയായിട്ടും അനു, ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, ദിവസങ്ങളോളം കോൺഗ്രസ് പാകിസ്ഥാനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ തയ്യാറായിരുന്നില്ല. പേരിന് ഭീകരാക്രമണത്തെ അപലപിച്ചു. അതിന് ആന്റണി ജോസഫ് വളരെ കൃത്യമായ ഒരു കാരണം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാകിസ്ഥാനെതിരെ പറഞ്ഞാൽ, പാകിസ്ഥാനാണ് ഭീകരാക്രമണത്തിന് പിന്നിൽ എന്ന് വിളിച്ചു പറഞ്ഞാൽ, പാകിസ്ഥാനെതിരായ ശബ്ദമുയർത്തിയാൽ ഭാരതത്തിലെ വോട്ട് ബാങ്കിനെ അത് ബാധിക്കും എന്നൊരു ധാരണയോ മിഥ്യാധാരണയോ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അങ്ങനെ തന്നെയാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയമാണ്. അതാണ് പറഞ്ഞത്, ഒരു വിഭാഗത്തിന് ഇത് മതരാജ്യമാണ് പാകിസ്ഥാൻ. ഇവിടെ കഴിയുമ്പോഴും ഈ രാജ്യത്ത് ജീവിക്കുമ്പോഴും ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവരുടെ കൂറ് അതല്ലെങ്കിൽ ഇവരുടെ ഭയവും ആശങ്കയും ഒക്കെ പാകിസ്ഥാനാണ്. പാകിസ്ഥാനെതിരെ ശബ്ദിക്കില്ല. ഒന്ന്, അനു പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് ഡെലിഗേറ്റുകളെ അയച്ചു. വിവിധ രാജ്യങ്ങളിൽ ചെന്ന് ഈ ഭീകരാക്രമണവും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിന് തിരിച്ചടി നൽകാനായി ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശങ്ങളും വിവിധ രാഷ്ട്രത്തലവന്മാരെ, വിവിധ സർക്കാരുകളെ ധരിപ്പിക്കാൻ, യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ വളരെ വിപുലമായ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു സന്നാഹത്തോടു കൂടിയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചത്. അതിൽ പലതിനെയും നയിക്കാൻ കോൺഗ്രസ് അടക്കം ഉള്ള പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ ആ ചുമതല ഭംഗിയായി നിർവഹിക്കുന്നതും നമ്മൾ കണ്ടു. അതിൽ പോലും കോൺഗ്രസ് പ്രശ്നമുണ്ടാക്കി. തങ്ങൾ പറഞ്ഞവരെ അല്ല നിയോഗിച്ചത് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ഏറ്റവും വലിയ എതിർപ്പ് ശശി തരൂരിനെ നിയോഗിച്ചതിലായിരുന്നു. ഇതിനും അപ്പുറം മറ്റു രാഷ്ട്രങ്ങളിൽ പോയി വിദേശ രാഷ്ട്ര സന്ദർശനം നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ അടക്കമുള്ളവർ നടത്തുന്ന ഭാരതവിരുദ്ധ പ്രസ്താവന, പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ പരാജയമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, ഓപ്പറേഷൻ സിന്ദൂർ പരാജയപ്പെട്ടു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, ഭാരതത്തിന് തിരിച്ചടിയേറ്റു എന്ന വ്യാജ പ്രചരണം, പാകിസ്ഥാൻ മാത്രം നടത്തുന്ന പ്രചരണം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ശ്രമം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണവും ഇതിന് പിന്നിലെ ചേതോവികാരവും ഇതിലേക്ക് കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന എന്താണെന്നും അദ്ദേഹം തുറന്നു കാട്ടുകയാണ്. അനു, തീർച്ചയായും ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ കോതമംഗലം കൂടി ചോദിച്ചുകൊള്ളട്ടെ. കാരണം കോതമംഗലം വിഷയത്തിൽ ലവ് ജിഹാദ് വ്യക്തമായിരുന്നു, അത് സ്പഷ്ടവുമായിരുന്നു. ആ യുവതിയുടെ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ അത് തുറന്ന് പറഞ്ഞതുമാണ്. പക്ഷേ ആ വിഷയത്തിലും കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഇദ്ദേഹം തന്നെ തുറന്ന് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നതും അതേ വിഷയം ചോദ്യം ചെയ്തുകൊണ്ടുമാണ്. ഒന്ന്, ഈ വിഷയത്തിൽ വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു, പെൺകുട്ടി നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ കഥ മാതാപിതാക്കൾ പറഞ്ഞു. ഈ പ്രതിയുടെ റമീസിൻ്റെ മാതാപിതാക്കൾ പെൺകുട്ടിയെ ഏതൊക്കെ രീതിയിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നുള്ളത് എണ്ണി പറയുന്നുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ. മതം മാറണമെന്നും പൊന്നാനിയിൽ പോകണമെന്നും ഇനി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകരുതെന്ന് നിർബന്ധിച്ചപ്പോഴാണ് കുട്ടി ജീവനും കൊണ്ട് അവിടുന്ന് പോയത്. പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള മാനസിക കരുത്ത് ആ കുട്ടിക്കില്ലായിരുന്നു. ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിരത്തി ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ടും പ്രതിഷേധിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല.
പോലീസ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളുള്ള ആത്മഹത്യാക്കുറിപ്പ് വന്നിട്ടും വേണ്ട വിധത്തിൽ നടപടിയെടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഈ പ്രതിയുടെ മാതാപിതാക്കൾക്കെതിരെ നടപടി സമയത്ത് എടുത്തിട്ടില്ല എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അപ്പോഴൊന്നും പ്രതിഷേധിക്കാനോ ഒരു പ്രതിഷേധ പ്രസ്താവന ഇറക്കാനോ DCC പ്രസിഡന്റ് തുടങ്ങിയുള്ള കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിരുന്നില്ല. ഇതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തതും. DCC പ്രസിഡന്റിനോട് അദ്ദേഹം നേരിട്ട് ചോദിച്ച ചോദ്യം ഈ അഭിമുഖത്തിൽ ആന്റണി ജോസഫ് തുറന്നു പറയുന്നുണ്ട്. ഈ പ്രതി താങ്കളുടെ മതക്കാരനായതുകൊണ്ടാണോ താങ്കൾ പ്രതികരിക്കാതിരിക്കുന്നത്? താങ്കളുടെ മൗനം, അതിന് പിന്നിലുള്ള രഹസ്യം ഇതാണോ എന്ന് ചോദിച്ചതിനാണ് ഇദ്ദേഹം നടപടി നേരിട്ടത് പാർട്ടിയിൽ നിന്ന്. ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്ക് കേട്ടുവരാം. സ്വന്തം മതത്തിൽപ്പെട്ട ഒരാൾ പ്രതിസ്ഥാനത്തുള്ളത് കൊണ്ടാണോ അങ്ങ് മാളത്തിൽ വിളിച്ചതെന്നുള്ള ന്യായമൊരു ചോദ്യത്തിൽ കോതമംഗലം വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് തുറന്ന കത്ത് എന്ന് പറഞ്ഞ് ഇത് മുഴുവൻ എഴുതിയിട്ട് ഞാൻ സമുദായത്തിൽപ്പെട്ട ആളോ താങ്കൾ മാളത്തിൽ വിളിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചെന്നപ്പോൾ എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിന്റെ മുഖംമൂടി ഓരോന്നായി വലിച്ചു കീറുകയാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ആന്റണി ജോസഫ്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഗുരുതരമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത് ജനം TV-യോടാണ്. അതിന്റെ ചില വിഷയങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി പ്രധാനമായും മുനമ്പം വിഷയമാണ്. അതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം, അതിനുശേഷം വിശദമായി പരിശോധിക്കാം. ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാനായി ഭാരതത്തിലുള്ള മറ്റു മുഴുവൻ സമുദായങ്ങളെയും കൊലയ്ക്ക് കൊടുക്കുന്ന, മരണക്കയത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ഈ നിയമം ഉണ്ടാക്കി വെച്ച കോൺഗ്രസ്സുകാരനാണ് പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ കയറാനായിട്ട്. അതായത് അധികാരത്തിൽ കയറാൻ വേണ്ടി വീണ്ടും ആ പാവങ്ങളെ പറ്റിക്കുന്നു. ചീഫ് എഡിറ്റർ ശ്രീ പ്രദീപ് പിള്ള തുടരുകയാണ്. ഒപ്പം കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ കൂടി ചേരുകയാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഈ വിഷയം പ്രേക്ഷകരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനം TV-യാണ്. മുനമ്പം ജനതയുടെ ആ പോരാട്ടം, ആ സമര വീരഗാഥ, അത് ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ശ്രീ പ്രദീപ് പിള്ള, അദ്ദേഹം മുനമ്പത്തെക്കുറിച്ച് മറ്റെന്തൊക്കെയാണ് പറഞ്ഞത്? മുനമ്പം വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പും വഞ്ചനയും വളരെ വ്യക്തമായിട്ട് ആന്റണി ജോസഫ് തുറന്നു കാട്ടുന്നു. മുനമ്പം വിഷയത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജനം TV അല്ലാതെ മറ്റൊരാൾ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. 3 സെൻറ്റിനും 4 സെൻറ്റിനും 5 സെൻറ്റിനും വേണ്ടി സമരം ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ അടവ് എന്ന് പറയുന്നത് ആന്റണി ജോസഫ് തുറന്നു തന്നെ പറയുന്നുണ്ട്. BJP സമരരംഗത്തേക്ക് എത്തുകയും BJP ഈ മുനമ്പൻ നിവാസികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ BJP സ്കോർ ചെയ്യുന്നത് ഒഴിവാക്കാൻ, ഈ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്, BJP സ്കോർ ചെയ്യുമെന്നുള്ള ആശങ്ക വന്നപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ മുനമ്പത്തുകാർ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പട്ടിണി കിടക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച VD സതീശൻ ഒടുവിൽ കാട്ടിയ വഞ്ചനയുടെ കഥ നമുക്ക് ഈ അഭിമുഖത്തിൽ പൂർണ്ണമായി കാണാം. മുനമ്പത്തെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അരുൺ കൊടുങ്ങൂരിനറിയാം. ജനം TV-യുടെ കൊച്ചി ലേഖകർ തുടർച്ചയായി മുനമ്പം സന്ദർശിച്ച് അവിടുത്തെ സമരത്തിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ നൽകി. ഒടുവിലാണ് മറ്റു മാധ്യമങ്ങൾ, മറ്റു രാഷ്ട്രീയ കക്ഷികൾ പേരിനെങ്കിലും അവിടെ എത്തിയത്. കോൺഗ്രസ് ചെന്നിട്ട് പിന്തുണ എന്ന പ്രഹസനം അവിടെ കാണിച്ചതും. ആ കോൺഗ്രസിൻ്റെ ഈ പിന്തുണ എന്ന പ്രഹസനം പോലും എപ്പോഴായിരുന്നെന്ന് നമ്മൾ ഓർക്കണം. അരുൺ, പറവൂരിൽ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ലല്ലോ മുനമ്പത്തേക്ക്. ഈ VD സതീശൻ എന്നാണ് ആ സമരവേദിയിലേക്ക്, നിരാഹാര സമരം കിടക്കുന്നവരുടെ അടുത്തേക്ക് എത്തിയതെന്ന് നമുക്കറിയാം. അവിടെയുള്ള MP അവിടേക്ക് എത്താൻ കാണിച്ച മനസ്സ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രതികരിക്കാൻ കാണിച്ചതുപോലും എത്രത്തോളം സമയം കഴിഞ്ഞിട്ടാണ് എന്ന് നമ്മൾ കണ്ടതാണ്. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം 29 മിനിറ്റുണ്ട് ഈ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയുമായി നടത്തിയ ആ ഒരു അഭിമുഖത്തിൽ ഉള്ളത്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ തിക്ത അനുഭവങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ ആത്മാഭിമാനമുള്ളവർക്ക് ഒരു കാരണവശാലും പ്രവർത്തിക്കാനാകില്ല, അല്ലെങ്കിൽ സ്വന്തം നിലപാടുള്ളവർക്ക് ഒരു കാരണവശാലും പാർട്ടിയിൽ പ്രവർത്തിക്കാനാകില്ല എന്ന് അദ്ദേഹം ആണയിട്ട് അക്കമിട്ട് നിരത്തുന്ന ഓരോ വിഷയങ്ങളും, അത് പഹൽഗാമാകട്ടെ, അതോടൊപ്പം തന്നെ മുനമ്പമാകട്ടെ, കോതമംഗലം വിഷയമാകട്ടെ, എല്ലാ വിഷയത്തിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ നിലപാട് എന്താണോ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന നിലപാട് എന്താണോ, ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുകയാണ്. നമുക്ക് നേരത്തെ അനു സൂചിപ്പിച്ച പോലെ തന്നെ മുനമ്പം വിഷയത്തിലേക്ക് വരുമ്പോൾ, മുനമ്പം വിഷയത്തിൽ എത്രത്തോളമുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് ഇതിനെ അവർ കണ്ടിരുന്നത് എന്നുള്ളത് മുനമ്പം ജനതയ്ക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. അവർ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തന്നെ ആ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ കയറി
ചെല്ലാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ഞാൻ ഓർക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയും ഈ വിഷയം പരിഹരിക്കുക എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനത്തോടെ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുന്നു. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അടക്കം വലിയ എതിർപ്പുകൾ വരുന്നു. ആ എതിർപ്പിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് പറയുന്നു. പക്ഷേ അത് എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു? അവരുടെ ആത്മാർത്ഥതയിൽ അവർ പറഞ്ഞ വാക്കുകളിൽ എത്രത്തോളം ഉണ്ടായിരുന്നു ആത്മാർത്ഥത എന്ന് കൃത്യമായി തന്നെ അത് നമുക്ക് അന്ന് മനസ്സിലായത്. പക്ഷേ ഇപ്പോൾ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരാൾ തന്നെ കൃത്യമായി തന്നെ അദ്ദേഹത്തിനുണ്ടായ തിക്താനുഭവങ്ങൾ, അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വരുന്നിരുന്ന അവസ്ഥ, അത് കൃത്യമായി തന്നെ നമ്മുടെ ചീഫ് എഡിറ്റർ നടത്തിയ ആ ഒരു അഭിമുഖത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹം ഒരു തരത്തിലുള്ള ആശങ്കകൾക്കും ഇല്ലാതെ കൃത്യമായി തന്നെ ഓരോ സംഭവ വികാസങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ കോതമംഗലം വിഷയത്തിൽ എനിക്ക് ഒന്നുകൂടി ചേർക്കാനുള്ളത്, ഈ വിഷയം നമ്മളായിരുന്നു ആദ്യമായി ആ ലവ് ജിഹാദ് കേസ് ആദ്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തത്, ആ ആത്മഹത്യയുടെ കുറിപ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ആ സമയത്തൊന്നും തന്നെ ഒരക്ഷരം മിണ്ടാൻ ഇവരാരും തന്നെ തയ്യാറായിരുന്നില്ല. ഇത് പിന്നീട് വലിയ വിവാദത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി അനുഭവിച്ച ക്രൂരമായ പീഡനം, അതോടൊപ്പം തന്നെ അതിനുണ്ടായ മാനസിക വിഷമങ്ങൾ, അത് കൃത്യമായി തന്നെ സമൂഹത്തിലേക്ക് വലിയ ചർച്ചയായിട്ട് പോലും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് പല ആവർത്തി നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം നൽകാനും അവർ തയ്യാറായിരുന്നില്ല. എന്തായാലും ഒരു കോൺഗ്രസ് നേതാവ് തന്നെ, ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഇതിനുള്ള കൃത്യമായ ഉത്തരം, കൃത്യമായ മറുപടി അരുൺ കൊടുങ്ങൂർ ഒന്ന് ക്ഷമിക്കുക, രണ്ട് ചോദ്യങ്ങൾ അരുണിനോട്. ഒന്ന്, ഈ മുനമ്പം വിഷയത്തിൽ VD സതീശൻ്റെ വീടും പറവൂരിൽ നിന്നുള്ള വീടും മുനമ്പും തമ്മിൽ വലിയ ദൂരമല്ല. രണ്ട്, ആരാണ് ഈ ആന്റണി ജോസഫ് എന്നുള്ളത് പ്രേക്ഷകർ അറിയണം. ഉമാ തോമസിൻ്റെയും ഹൈബി ഈഡൻ്റെയും പൈലറ്റ് പ്രസംഗകനായിരുന്നു ആന്റണി ജോസഫ് എന്നുള്ളത് ഒരുപക്ഷെ മണ്ഡലത്തിന് പുറത്തുള്ളവർ അറിയില്ല. സ്ഥാനാർത്ഥി എത്തുന്നതിന് മുമ്പ് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച്, ജനങ്ങളെ ആവേശം കൊള്ളിച്ച്, എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം, എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണം, എന്തിന് UDFന് വോട്ട് ചെയ്യണം എന്ന് പ്രസംഗിച്ച് നടന്ന KPCCയുടെ വിചാര വിഭാഗത്തിൻ്റെ ഭാരവാഹിയായിരുന്നു, ചുമതലക്കാരനായിരുന്നു ആന്റണി ജോസഫ് എന്നുള്ളത്. രണ്ട്, സെയിൻറ്റ് റീത്താസ് കോളേജിലെ ഇഷ്യൂ വന്നപ്പോൾ, സ്കൂളിലെ ഇഷ്യൂ വന്നപ്പോൾ, ആ ഹിജാബ് വിഷയം വന്നപ്പോൾ ഒരു പ്രതികരണവും ഉണ്ടായില്ല VD സതീശൻ. അപ്പോൾ ചില വിഷയങ്ങളിൽ വളരെ സെലക്റ്റീവ് മൗനം പാലിക്കുന്ന ആൾക്കാരാണ് VD സതീശനും എറണാകുളം DCC പ്രസിഡൻറ്റും എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്. അരുൺ, തീർച്ചയായും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ VD സതീശൻ്റെ ഒരു നിലപാട് തന്നെയാണ്. അത് കൃത്യമായി തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എടുത്തു കണ്ടതാണ്. മുനമ്പം ജനതയോട് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് എന്തു വില കൊടുത്തു? സ്വന്തം മണ്ഡലത്തിന് തൊട്ടടുത്തു കിടക്കുന്ന പ്രദേശം, വീടിന് വെളിപ്പാടകലി ഉള്ള ഒരു സ്ഥലം, ജനിച്ച മണ്ണിൽ ജീവിക്കാനായി അവർ നടത്തിയ ഒരു പോരാട്ടം, ഐതിഹാസിക പോരാട്ടം എന്ന് നമുക്കതിനെ വിളിക്കാം. കാരണം അത്ര മാത്രം അവഗണന സഹിച്ചു. അതിനുശേഷം ഓരോ സമരത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവർ നേരിടേണ്ടി വന്നിരുന്ന പ്രശ്നങ്ങൾ, ആ പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ തടസ്സങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാതെ വെറും വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് എത്തുകയും, പ്രത്യേകിച്ച് സ്വന്തം നാട്ടിലുള്ള VD സതീശൻ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും, അതോടൊപ്പം തന്നെ ഈ വാഗ്ദാനങ്ങൾ നൽകുന്നതിനപ്പുറത്തേക്ക് ആദ്യം ഈ വാഗ്ദാനങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു. കാരണം തങ്ങൾ വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് ആ ജനതയ്ക്ക് ഒന്നാകെ ഉണ്ടായിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ്, ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്, വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ആ ഒരു സമയത്ത് നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ മുന്നിലേക്ക് എത്തിയ കോൺഗ്രസ് നേതാക്കളുടെ, VD സതീശൻ അടക്കമുള്ള ആളുകളുടെ ഒരു വാക്ക് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് ആ തിരിച്ചടികൾ, അതോടൊപ്പം തന്നെ ആ വാക്കിന് പിന്നിലുള്ള കപടത അവർ തിരിച്ചറിയുകയും പിന്നീട് ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ തന്നെയും നമുക്ക് അറിയാവുന്നതാണ്. പിന്നീട് വലിയ സമരങ്ങളിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ ആ ഓരോ സമയത്തും ജനൻ TV അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അതൊക്കെ തന്നെ പറയുമ്പോഴും ഈ മറ്റ് അപ്പുറത്ത് നിന്നേക്ക് ഉള്ള ആളുകളൊക്കെ തന്നെയും പറഞ്ഞിരുന്നത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം അവരുടെ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ വാക്കുകളെയൊക്കെ തന്നെയും ഈ മുനമ്പൻ ജനത ഒന്നാകെ തള്ളിക്കൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചകളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയത്തിലേക്ക്, നേരത്തെ ഈ ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുടെ തുടക്കത്തിൽ തന്നെ ചീഫ് എഡിറ്റർ പ്രദീപ്
പ്രദീപിള്ള കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഒരു നിസ്സാരമായ ഒരു ചെറിയ നേതാവല്ല ഇദ്ദേഹം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ആന്റണി ജോസഫ് ഒരു ചെറിയ നേതാവല്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ ഒരു പൈലറ്റ് പ്രസംഗകനായി ചെന്നുകൊണ്ട് എല്ലാ ഇടങ്ങളിലും കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ നിലപാട് എന്ത് എന്ന ആളുകളിലേക്ക് ധരിപ്പിച്ചുകൊണ്ട് അവരെ അണികളിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ആ പ്രസംഗം നടത്തി വന്നിരുന്ന ഒരാളാണ്. ആ ഒരാൾ തന്നെയാണ് തൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ 1/2 മണിക്കൂർ 29 മിനിറ്റ് അദ്ദേഹം നമുക്ക് നൽകിയ ഇന്റർവ്യൂവിൽ കൃത്യമായി തന്നെ ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അത് കഴിഞ്ഞ് ഞാൻ ഇടപെടുന്നില്ല. ഒരൊറ്റ കാര്യം, ഇതിൽ അദ്ദേഹം 2-3 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മുനമ്പം വിഷയത്തിൽ ഈ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ അവർ മറച്ചു വച്ചൊരു കാര്യമുണ്ട്. എന്തായിരുന്നു വിഷയം? വഖഫ് നിയമം. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇന്നും അവർക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരുന്നു. കേരളത്തിലെ കോൺഗ്രസും CPM-ഉം നയിക്കുന്ന ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഐകകണ്ഠേന പാസാക്കിയ പ്രമേയമാണ്. അതൊരു മണ്ടത്തരമാണെന്നുള്ളത് മറ്റൊരു കാര്യം. കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ഒരു നിയമത്തിനെതിരെ ഇവിടെ പ്രമേയം പാസാക്കുക എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയവർ മറച്ചു വച്ചൊരു കാര്യമുണ്ട്. മുനമ്പത്ത് ചെന്നപ്പോൾ എന്തുകൊണ്ട് ഇവർ ദുരിതം അനുഭവിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് വഖഫ് ബോർഡുകൾക്ക് ഭരണഘടനാ വിരുദ്ധമായ, ഭരണഘടന അതീതമായ പവർ എങ്ങനെ കിട്ടി, അധികാരം എങ്ങനെ കിട്ടി, അവർക്ക് തോന്നുന്ന ഭൂമി ഭൂസ്വത്തുക്കളെല്ലാം വഖഫാണെന്ന് എഴുതി വയ്ക്കാൻ, ഉത്തരവിറക്കാൻ, നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം കൊടുത്തത് ആരാണ്? ഈ കോൺഗ്രസ് നയിച്ച സർക്കാരുകളാണ്. മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകളുടെ 2 ഭേദഗതികളാണ് എന്നുള്ളത് അദ്ദേഹം ഈ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതും കൂടി മുനമ്പം നിവാസികൾ അറിയണം, കേരള ജനത അറിയണം. അരുൺ കൊടുങ്ങൂർ, തുടരാം. തീർച്ചയായും ഈ വിഷയം അന്ന് സജീവമായുള്ള ചർച്ചയിലേക്ക് വന്നതാണ്. ഇങ്ങനെ തങ്ങൾക്ക് അഭയകേന്ദ്രം ഒരുക്കി കോൺഗ്രസ് നേതാക്കൾ ഒപ്പം തന്നെ ഉണ്ട് എന്ന് അവർ പറഞ്ഞു വന്നപ്പോൾ മുനമ്പം ജനത തന്നെ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം തന്നെ ചോദിച്ചിരിക്കുന്നത്. എന്തിനായിരുന്നു ഞങ്ങളോട് ഈ ക്രൂരത, എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങളെ ഈ ഒരു വലിയ അപകടത്തിലേക്ക് തള്ളിവിട്ടിരുന്നത്, ആരായിരുന്നു ഇതിന് പിന്നിൽ എന്നുള്ള ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം അവർ ചോദിച്ചിരുന്നു. ഇവിടെ മുതലക്കണ്ണീരൊഴുക്കി ഇവർക്കൊപ്പമുണ്ട് എന്ന് പറയുന്നു, സ്വാന്തന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇവരുടെ പക്കലേക്ക് എത്തുന്നു, അടുത്തേക്ക് എത്തുന്നു, അതോടൊപ്പം തന്നെ ഇവരെ ചേർത്ത് നിർത്തുന്നു. പക്ഷേ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എവിടെയാണ്, ഈ പ്രശ്നം സൃഷ്ടിച്ചത് ആരാണ് എന്നുള്ള അവരുടെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോവുകയല്ലാതെ തിരിച്ചൊരു മറുപടി പറയാനും അന്ന് അവർക്കൊന്നും തന്നെ ആയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മുനമ്പം പ്രദേശത്ത് ഇന്നുണ്ടായ വലിയൊരു മാറ്റം. തങ്ങൾക്കൊപ്പം ആരാണ് എന്നുള്ള, തങ്ങൾക്കൊപ്പം ആര് നിൽക്കുന്നു, തങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ആരാണ്, തങ്ങളുടെ കണ്ണീര് കാണാൻ ഓടിയെത്തിയത് ആരാണ്, തങ്ങളെ എന്നും സംരക്ഷിക്കുന്നത് ആരാണ് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് അവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സുകളൊക്കെ തന്നെ ഉയർന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ദേശീയ പ്രസ്ഥാനത്തിലേക്ക്, BJP-യിലേക്ക് ഒക്കെ തന്നെ ചേക്കേറുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള നേരത്തെയൊക്കെ തന്നെ ഈ കപട വാഗ്ദാനങ്ങളൊക്കെ തന്നെയായി ഇവർ എത്തുമ്പോൾ ആ ആളുകളൊക്കെ തന്നെയും കൃത്യമായി മുനമ്പൻ ജനത കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഈ ജനത മാത്രമല്ല, കേരളത്തിലെ ജനത ഒന്നാകെ അത് മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ കൊടുങ്ങൂർ. കാരണം നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങളും അപ്രകാരം തന്നെയാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്, ഇത് ജനങ്ങൾ തന്നെ മനസ്സിലാക്കണം എന്നതും ആശാവർക്കന്മാരുടെ സമരത്തിനും അവർ ഇത് തന്നെയാണ് ചെയ്തത് എന്നുള്ള പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്തായാലും ജനം TV പുറത്തുവിടുന്ന വാർത്ത ഇപ്രകാരമാണ്. ബാക്കി പ്രേക്ഷകരുടെ, കേരള ജനതയുടെ വിവേചന അധികാരത്തിന് ഞങ്ങൾ വിട്ടുതരുന്നു.